വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ് എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്കൊന്ന് പോയാലോ. ഐ സ്പോട്ടഡ് ഇറ്റ് ഇൻ എ ജങ്ക് ഷോപ്പ് ഇൻ ബ്രെഡ്പോർട്ടിലെ ഒരു ജങ്ക് ഷോപ്പിൽ വെച്ചാണ് ഞാനത് കണ്ടത്. ജങ്ക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്തിനാണ് ജങ്ക് ഷോപ്പ് എന്ന് പറയുന്നത്. എ റോൾ ടോപ്പ് ഡെസ്ക്, എന്താ കണ്ടത്? മുകൾ ഭാഗം ചെരിഞ്ഞ ഒരു ഡെസ്ക്, അതാ റോൾ ടോപ്പ് ഡെസ്ക്. ദ മാൻ സെഡ് ഇറ്റ് വാസ് ഏർലി 19th century. മനുഷ്യൻ പറഞ്ഞു ഇത് ഏർലി 19th centuryയിലാണ്, 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുള്ളതാണെന്ന്. ആൻഡ് ഓക്ക് ഐ ഹാഡ് വാണ്ടഡ് വൺ, ഒരു ഓക്ക് മരത്തെ പണിതീർത്താണ്, എനിക്ക് അങ്ങനെ ഒരെണ്ണം വേണമായിരുന്നു. ബട്ട് ദേ വർ ഫാർ ടു എക്സ്പെൻസീവ്, പക്ഷേ അവ എനിക്ക് ഭയങ്കര വിലയാണ്. ദിസ് വൺ വാസ് ഇൻ എ ബാഡ് കണ്ടീഷൻ, ഇതാണ് നല്ല ഒരു അവസ്ഥയിലുമല്ല, ഒരു ബാഡ് കണ്ടീഷനിലാണ്, മോശപ്പെട്ട അവസ്ഥയിലാണ്. ദ റോൾ ടോപ്പ് ഇൻ സെവറൽ പീസസ്, ഡെസ്കിൻ്റെ മുകളിൽ വെച്ചേ പല പീസസാണ്. വൺ ലെഗ് ക്ലംസിലി മെൻറ്റഡ്, ഒരു കാല് ഒടിഞ്ഞതായിരിക്കാം, അത് ഓക്വേർഡ്ലി മെൻറ്റഡ് ആണ്, അത് ക്ലംസിലി മെൻറ്റഡ് ആണ്. ക്ലംസിലി മെൻറ്റഡ് മീൻസ് ഓക്വേർഡ്ലി മെൻറ്റഡ്, ആണിയൊക്കെ അടിച്ച് ഒരുവിധാക്കി വെച്ചിരിക്കുന്നതാണ്. ബേൺസ് മാർക്സ് ഓൾ ഡൗൺ, എല്ലായിടത്തും ഒരു സ്കോർച്ച് മാർക്കുണ്ട്, ഇറ്റ് ബേൺഡ് മാർക്കാണ്, തീ കത്തിയ പോലെയുള്ള പാട്. ഓൾ ഡൗൺ വൺ സൈഡ്, ഒരു വശത്തെ തീ കത്തിയ പോലെ പാടുണ്ട്. ഇറ്റ് വാസ് ഗോയിങ് ഫോർ വെരി ലിറ്റിൽ മണി, അത് വലിയ വിലയ്ക്കുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് വാസ് ഗോയിങ് ഫോർ വെരി ലിറ്റിൽ മണി, വളരെ കുറച്ച് പൈസ കിട്ടുള്ളൂ. ഐ തോട്ട് ഐ കുഡ് റീസ്റ്റോർ ഇറ്റ്, ഞാൻ വിചാരിച്ചു അതൊന്ന് മേടിച്ചൊക്കെ നന്നാക്കി എടുത്താലോ. ഇറ്റ് വുഡ് ബി എ റിസ്ക്, എ ചലഞ്ച്, അതൊരു വെല്ലുവിളിയാണ് എനിക്കത് കേട്ടോ. ഈ മേശം മേടിച്ചുകൊണ്ട് പോയിട്ട് എന്തെല്ലാം പണി ചെയ്യണമല്ലേ, അതെനിക്കൊരു വെല്ലുവിളിയാണ്. ബട്ട് ഐ ഹാഡ് ടു ഹാവ് ഇറ്റ്, പക്ഷേ എനിക്കത് വേണം. ഐ പെയ്ഡ് ദ മാൻ, ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു. ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു മൈ വർക്ക് റൂം, അത് ഞാൻ എൻ്റെ വർക്ക് റൂമിലേക്ക് കൊണ്ടുവന്നു. എവിടെയാണ് വർക്ക് റൂം? അറ്റ് ദ ബാക്ക് ഓഫ് ദ ഗാരേജ്, എൻ്റെ വണ്ടിപ്പുരയുടെ പുറകുവശത്തായിട്ടാണ്. ഐ ബിഗാൻ വർക്ക് ഓൺ ഇറ്റ്, ഞാൻ അവിടുത്തെ പണി ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതിന് തല്ലിപ്പൊളിച്ചൊക്കെ റെഡിയാക്കണ്ടേ, ആണി അടിച്ചൊക്കെ നേരെയാക്കണ്ടേ, അപ്പം ഞാൻ പണി തുടങ്ങി. എന്നാണ് അത് തുടങ്ങിയത്? ഓൺ ക്രിസ്മസ് ഈവ് ഐ റിമൂവ് ദ റോൾ ടോപ്പ് കംപ്ലീറ്റ്ലി, ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുകളിൽ വശത്തെ പലക അങ്ങ് മാറ്റി, റോൾ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റി. ആൻഡ് പുൾഡ് ഔട്ട് ദ ഡ്രോയേഴ്സ്, അതിൻ്റെ ഡ്രോയൊക്കെ പിടിച്ച് വലിച്ച് പുറത്തേക്കാക്കി. ആൻഡ് പുൾഡ് ഔട്ട് ദ ഡ്രോയേഴ്സ്, ദ വെനീർ ഹാഡ് ലിഫ്റ്റഡ് ഓൾമോസ്റ്റ് എവരിവെയർ, എല്ലായിടത്തും ആ വെനീറുണ്ടല്ലോ. ഡെക്കറേറ്റീവ് വുഡ് ഓർ പ്ലാസ്റ്റിക് ആണ് വെനീർ എന്ന് പറയുന്നത്. വില കുറഞ്ഞ തടികളിൽ ഓരോന്നൊക്കെ പണിയുമ്പോൾ അതിനെ ഡെക്കറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വുഡ് കാർവ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വില കൂടിയ തടിയുടെ ഇതോ കയറ്റി വെക്കും. സോ അത് പോളിഷ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെയുള്ള വെനീർ ഹാഡ് ലിഫ്റ്റഡ് ഓൾമോസ്റ്റ് എവരിവെയർ, ആ വെനീർ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ടേ. ഇറ്റ് ലുക്ക് ലൈക്ക് വാട്ടർ ഡാമേജ് ടു മീ, ഈ തടി കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഡെസ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വാട്ടർ ഡാമേജ് വന്നതാണ്. വെള്ളത്തിലൊക്കെ കിടന്ന് മഴയൊക്കെ പെയ്ത് ചിലപ്പം വെള്ളം കൊണ്ട് കേടുവന്നായിരിക്കാം. ഇറ്റ് ലുക്ക് ലൈക്ക് വാട്ടർ ഡാമേജ് ടു മീ. ബോത്ത് ഫയർ ആൻഡ് വാട്ടർ ഹാഡ് ക്ലിയർലി ടേക്കിംഗ് ദയർ റോൾ ഓൺ ദിസ് ഡെസ്ക്. ബോത്ത് ഫയർ ആൻഡ് വാട്ടർ, നേരത്തെ പറഞ്ഞില്ലേ സ്കോർച്ച് മാർക്കുണ്ടെന്ന്, കത്തിയ പാട് പോലെ, ഇപ്പോൾ തോന്നി വെള്ളത്തിൽ പോയിട്ടുണ്ടെന്ന്. ബോത്ത് ഫയർ ആൻഡ് വാട്ടർ ഹാഡ് ക്ലിയർലി ടേക്കൻ ദ റോൾ ഓൺ ദിസ് ഡെസ്ക്. വെള്ളം കൊണ്ടും തീ കൊണ്ടും ഒക്കെ നല്ലപോലെ കേടുവന്നതാണ് ഈ പറയുന്ന ഡെസ്ക്. ദ ലാസ്റ്റ് ഡ്രോവർ വാസ് ടെക് ഫാസ്റ്റ്, ലാസ്റ്റ് ഡ്രോയിലുണ്ട് അവസാനത്തെ ഡ്രോ, അതതിൻ്റെ അകത്തങ്ങ് ഉറച്ചിരിക്കുകയാണ്. ഐ ട്രൈഡ് ഓൾ ഐ കുഡ് ടു ഈസ് ഇറ്റ് ഔട്ട് ജെൻലി, ഞാൻ വളരെ പരിശ്രമിച്ചു സാവധാനം അത് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാമോ എന്ന്. ഇൻ ദ എൻഡ് ഐ യൂസ്ഡ് ബ്രൂട്ട് ഫോഴ്സ്, അവസാനം എനിക്ക് വലിയ ശക്തി ഉപയോഗിക്കേണ്ടി വന്നു. ഐ സ്ട്രക്ക് ഇറ്റ് ഷാർപ്ലി വിത്ത് ദ സൈഡ് ഓഫ് മൈ ഫിസ്റ്റ്, ഞാൻ എൻ്റെ മുഷ്ടിയുടെ വശം കൊണ്ട് ശക്തിയായി ഇടിച്ചു. ആൻഡ് ഡ്രോയർ ഫ്ലൂ ഓപ്പൺ, ഡ്രോ പെട്ടെന്ന് തന്നെ തുറന്നു കിട്ടി. ടു റിവീൽ ദ ഷാലോ സ്പേസ് അണ്ടർനീത്ത്, അതിൻ്റെ തൊട്ട് താഴെ ഡ്രോ ഉണ്ടായിരുന്ന സ്ഥലത്തിന് താഴെ ഒരു ഷാലോ സ്പേസ് ഉണ്ടായിരുന്നു. ഫ്ലൂ ഓപ്പൺ ടു റിവീൽ ദ ഷാലോ സ്പേസ് അണ്ടർനീത്ത്, അതിൻ്റെ താഴെ ഒരു ചെറിയ അറയുണ്ട്. ദ സീക്രട്ട് ഡ്രോയർ, അറിയില്ലൊരു രഹസ്യ അറ. ദെയർ വാസ് സംതിങ് ഇൻ ദെയർ, അവിടെ എന്തോ ഉണ്ട്. ഞാനത് എടുത്തു. ആൻഡ് ടുക്ക് ഔട്ട് എ സ്മോൾ ബ്ലാക്ക് ടിൻ ബോക്സ്, അതൊരു കറുത്ത ചെറിയ ടിൻ ബോക്സാണ്. സെല്ലോ ടേപ്ഡ് ടു ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് എ പീസ് ഓഫ് ലൈൻഡ് നോട്ട് പേപ്പർ, അതിൻ്റെ മുകളിലൊരു പേപ്പർ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
ആൻഡ് റിട്ടേൺ ഓൺ ഇറ്റ് അത് എഴുതിയിട്ടുണ്ട് എൻ ഷേക്കി ഹാൻഡ് റൈറ്റിംഗ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിറയാർന്ന കൈകളോടെ. ജിംസ് ലാസ്റ്റ് ലെറ്റർ, ജിമ്മിൻ്റെ അവസാന ലെറ്ററാണ്. റിസീവ്ഡ് ജാനുവരി 25, 1915. ജനുവരി 25, 1915 ലഭിച്ചതാണ്. ടു ബി ബൊറീഡ് വിത്ത് മീ വെൻ ദ ടൈം കംസ്, സമയം വരുമ്പോൾ എൻ്റെ കൂടെ അടക്കം ചെയ്യേണ്ടായത്. ഐ ന്യൂ ആസ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് ഇറ്റ് വാസ് റോങ് ഓഫ് മീ ടു ഓപ്പൺ ദ ബോക്സ്. ആ ചെറിയ പെട്ടിയെ അത് തുറക്കുന്നത് ശരിയല്ല എനിക്കറിയാമായിരുന്നു, എങ്കിലും ഞാനത് ചെയ്തു. എൻ്റെ ജിജ്ഞാസ എൻ്റെ മനസാക്ഷിയുടെ പല ഭാഗങ്ങളും കീഴടക്കിയിരുന്നു. ഇറ്റ് യൂഷ്വലി ഡസ്. അതങ്ങനെയാ. ഇൻസൈഡ് ദ ബോക്സ് ദർ വാസ് ആൻ എൻവലപ്പ്. പെട്ടിക്കുള്ളിൽ ഒരു ചെറിയ കവറുണ്ടായിരുന്നു. ഇൻസൈഡ് ദ ബോക്സ് ദർ വാസ് ആൻ എൻവലപ്പ്. പെട്ടിക്കുള്ളിൽ ഒരു കവറുണ്ടായിരുന്നു. ദ അഡ്രസ്സ് ഇങ്ങനെ എഴുതിയിരുന്നത് മിസ്റ്റർ ജിം മക്ഫേഴ്സൺ, 12 കോപ്പർ ബ്രീച്ചസ്, ബ്രിഡ്പോർട്ട്, ഡോർസെറ്റ്. ഐ ടുക്ക് ഔട്ട് ദ ലെറ്റർ. ഞാൻ ലെറ്റർ എടുത്തു ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്. അത് തുറന്നു, അതിൻ്റെ മടക്കൊക്കെ നിവർത്തി. ഇറ്റ് വാസ് റിട്ടൺ ഇൻ പെൻസിൽ. അത് പെൻസിലിൻ്റെ എഴുതിയിരുന്നു. ആൻഡ് ഡേറ്റഡ് ദ ടോപ്പ്. മുകളിലാണെങ്കിൽ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, December 26, 1914. 1914 ഡിസംബർ 26 എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.